ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ഐസിസ് വ്ലോഗ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഭയങ്കര വിശപ്പിൽ ഞാൻ അടുക്കളയ്ക്ക് കയറി ചെന്നപ്പോൾ ഞാൻ ആദ്യം കണ്ടത് ഒരു ബെന്നായിരുന്നു. ബെന്ന് കണ്ടപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് നമ്മുടെ ബർഗറായിരുന്നു. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ബർഗർ അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ ആദ്യം തന്നെ മിക്സിയുടെ ജാറെടുത്ത് ഉച്ചയ്ക്ക് വെച്ച കുറച്ച് ബീഫ് ഇരിപ്പുണ്ടായിരുന്നു. ബീഫ് ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അതെന്നിട്ട് മാറ്റി വെച്ചു. അടുത്ത് നമ്മൾ മയോണൈസ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അതിനൊരു മുട്ടയും 3-4 വെളുത്തുള്ളിയും അതേപോലെ കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാരയും ഇട്ട് കുറച്ചീശെ ഓയിലൊഴിച്ച് അടിച്ച് നമ്മൾ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മളിവിടെ എടുക്കുന്നത് നമ്മുടെ ക്യാബേജാണ്. ക്യാബേജ് നാളെ കറി വയ്ക്കാൻ കൊണ്ടാണ് അരിഞ്ഞ് 2 പീസ് അടിച്ച് മാറ്റി. അതെടുത്തിട്ട് വന്ന് നമ്മുടെ ക്യാബേജ് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കണം. പുഴുങ്ങിയെടുത്തില്ലെങ്കിൽ അത് ബർഗറിൻ്റെ ഉള്ളിൽ വയ്ക്കുമ്പോൾ അത് റബ്ബർ കഷ്ണം പോലെ ഇരിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പൊട്ടൂല. അതുകൊണ്ട് ഞാനതൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. കൂടെ ക്യാരറ്റ് ഞാൻ പുഴുങ്ങിയില്ല. ക്യാരറ്റ് നമ്മൾക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്രിസ്പിനെസ്സിനൊക്കെ അത് വേണ്ടി അത് വെച്ചു. അതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മുടെ ആ ഒരു ബീഫ് സാധനം പരത്തിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ. ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. അതിന് ശേഷം ബന്നിൻ്റെ ഉള്ളിൽ കുറച്ച് ഗീയൊക്കെ പരത്തി അതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തു. അങ്ങനെ 4 ബന്നും ഞാനങ്ങനെ റോസ്റ്റ് ചെയ്തെടുത്തു. ഇനി എങ്ങനെയാണ് നമ്മൾ ബർഗർ വെക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഒരു ബന്ന് വെച്ചു. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ മയോണൈസ് വെച്ചു. അതിൻ്റെ മുകളിൽ നമ്മൾ ശാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ബീഫിൻ്റെ സാധനം വെച്ചു. അതിനുശേഷം കുറച്ച് ക്യാരറ്റ് വെച്ചു. പുഴുങ്ങിയെടുത്ത നമ്മുടെ ക്യാബേജ് വെച്ചു. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബന്നിൻ്റെ ഉള്ളിൽ വീണ്ടും മയോണൈസ് തേച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ 4 ബന്നും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈസി പീസി ആയിട്ടുള്ള നമ്മുടെ ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റി ആയിട്ടാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്.